നിങ്ങളുടെ കുറവുകൾക്ക് കൂടി നന്ദി പറയുമ്പോൾ അവ അനുഗ്രഹങ്ങളായി മാറും. ഒന്നിനെയും കൂടുതൽ ആശ്രയിക്കാതിരിക്കുക. ഒരിക്കൽ അതിനെയെല്ലാം മാറ്റി നിർത്തേണ്ടി വന്നേക്കാം. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ, പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. ഏറ്റവും നല്ല സ്വപ്നങ്ങൾ രൂപമെടുക്കുന്നത് നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴാണ്. ധാരാളം ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് മഹത്തായ ഒരു കാര്യം സംഭവിക്കുന്നത്. നിങ്ങൾ ശക്തരായിരുന്ന സമയം ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ആ വ്യക്തിയാകാൻ ഇനിയും അവസരമുണ്ട്. ഒന്നുമല്ലെന്ന് തോന്നുമ്പോൾ കണ്ണാടിക്ക് മുമ്പിൽ നിവർന്നു നിന്ന് ചോദിക്കുക, ഇതുവരെ എത്തിയത് എല്ലാം ഉണ്ടായിരുന്നിട്ടാണോ എന്ന്. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക. തന്നിൽ വിശ്വസിക്കുക. തന്നെ സ്നേഹിക്കുക. സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാ സ്വപ്നങ്ങളും സാധ്യമാകും. നേതാക്കൾ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അനുയായികൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ആരും തോൽക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആരും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒരുക്കമല്ല. രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാകൂ. ഒന്ന്, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ. രണ്ടാമതായി, ഒരക്ഷരവും ഉരിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുമ്പിലും.